എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9, ശ്ലോകം 13, 14, 15, 16, 17, 18 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ ഏകാഗ്രതയോട് കൂടി തന്നെ ചിന്തിക്കണം. പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല, ആ ഏകാഗ്രതയാണ് വേണ്ടത് എന്നത് ഞാൻ ഒരു ഇരുമ്പ് പണിക്കാരനിൽ നിന്ന് പഠിച്ചു എന്ന് പറയണു യോഗീശ്വരൻ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. തദൈവമാത്മന്യവരുദ്ധ ചിത്തോ ന വേദ കിഞ്ചിൽ ബഹിരന്തരം വാ യഥേഷു കാരോ നൃപതിം വ്രജന്തം ഇഷൗഗതാത്മാ ന ദദർശ പാർശ്വേ. ഇങ്ങനെ പരമാത്മസ്വരൂപനായ ഭഗവാനിൽ മനസ്സ് നിൽക്കുമ്പോ അകത്തെന്നോ പുറത്തെന്നോ ഭേദഭാവനയൊന്നും ഇല്ലാതെയാവുന്നു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന താൻ മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. അത്ര ഏകാഗ്രതയാണ്. അതിനെതാ ബാണമുണ്ടാക്കുന്ന ഒരാളെ ദൃഷ്ടാന്തമായിട്ട് പറയണു. അതിശ്രദ്ധയോടുകൂടി ഒരു ബാണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്, ബാണം എന്ന് പറഞ്ഞാൽ അസ്ത്രം, അടുത്തുകൂടി അതിഗംഭീര വാദ്യഘോഷത്തോടുകൂടി ആളുകളും അകമ്പടിയൊക്കെ ചേർന്ന് രാജാവിന്റെ എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു. അദ്ദേഹം പണിയെടുക്കുന്ന ആ സ്ഥലത്തിന്റെ വഴിയിൽ കൂടി പോവാണ്. അതിഗംഭീര ഘോഷയാത്രയാണ്. ഗംഭീര കൊട്ടും പാട്ടും മേളും ഒന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വിചാരം മുഴുവനും ഈ ബാണത്തിന്റെ മുനമ്പിനെ ശരിപ്പെടുത്തുന്ന ആ ഒരു വിഷയത്തിൽ മാത്രം. അതിങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. ഒന്നും അറിഞ്ഞില്ല. ഗംഭീരായല്ലേ ഘോഷയാത്ര എന്ന് ഇതൊക്കെ കഴിഞ്ഞ അടുത്ത സുഹൃത്ത് വന്ന് ചോദിച്ചപ്പോഴാണ്, എന്ത് ഘോഷയാത്ര, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഇയാള് പറയാണ്. അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട്, വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ അത്രയും ഏകാഗ്രമായിട്ട് അതിനെങ്ങനെ മുനമ്പ് കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ ഭഗവത് പാദത്തിൽ ഉറച്ച മനസ്സും അതിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് ബാണമുണ്ടാക്കുന്നവനിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയുന്നു. ഏകചാര്യ നികേതസ്യാത് അപ്രമത്തോ ഗുഹാശയ അലക്ഷ്യമാണാചാരൈ മുനി ഏകോൽപഭാഷണ. സർപ്പത്തിൽ നിന്ന് പഠിച്ചത് പറയണു. യോഗികളുടെ സംഘത്തിൽ കൂടി യോഗി ചേർന്നിരിക്കാൻ പാടില്ല, അത് നന്നല്ല എന്ന് കുമാരിയുടെ കഥ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു. സാധാരണക്കാരോടും ചേർന്നിരിക്കരുത്, ഇരിക്കാൻ സ്വന്തമായ ഒരു സ്ഥാനവും ഉണ്ടാക്കരുത് എന്ന് സർപ്പത്തെ ഉദാഹരിച്ച് പറയുന്നു. സർപ്പം ജനങ്ങളെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ആരും കാണാത്ത ദിക്കിൽ കൂടി സഞ്ചരിക്കും. സർപ്പം തനിക്കിരിക്കാൻ പ്രത്യേകമായിട്ട് ഒരു സ്ഥാനമൊന്നും നിർമ്മിക്കില്ല. ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുണ്ടോ എന്ന് ജാഗ്രതയായി ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് സഞ്ചരിച്ച സ്ഥാനം തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അഥവാ ആരാനും ഒരു നോട്ടം കണ്ടാൽ വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാനുള്ള ആ ബാഹ്യലക്ഷണം പോലും കാണില്ല. സഹായത്തിനായിട്ട് ആരെയും ഒരുമിച്ച് ചേർക്കാതെയും ശബ്ദം പുറപ്പെടുവിക്കാതെയും സഞ്ചരിക്കും സർപ്പം. യോഗിയും ഇതുപോലെ ആയിരിക്കണം. ആരോടും ചേരരുത്. ആചാരാദികൾ കൊണ്ട് തന്റെ വൈഭവം പുറത്തു കാട്ടരുത്. ഹൃദയഗുഹയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വരൂപത്തിൽ നിന്ന് തെറ്റരുത്. സാധാരണ ജനങ്ങളുടെ യാതൊരു സഹായത്തെയും ആവശ്യപ്പെടരുത്. അവസരം നേരിട്ടാൽ കൂടി അല്പം മാത്രമേ സംസാരിക്കാവൂ. ഗൃഹാരംഭോ ഹി ദുഃഖായ വിഫലശ്ചാധ്രുവാത്മന സർപ്പ പരകൃതം വേശ്മ പ്രവിശ്യ സുഖമേതതേ. ചിരകാലം നശിക്കാത്തതും എത്ര കാലം നിലനിൽക്കും എന്ന് നിശ്ചയിക്കാൻ തരമില്ലാത്തതുമായ ദേഹത്തിന്റെ ആവശ്യത്തിനായി വീടുണ്ടാക്കാനുള്ള യത്നം ദുഃഖഹേതുവും പ്രയോജനമില്ലാത്തതുമാകുന്നു. അതിനാൽ ആരെങ്കിലും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നതാണ് നല്ലത്. വീടുണ്ടാക്കാൻ ശ്രമിച്ചാൽ ധനം സമ്പാദിക്കണം. അപ്പൊ ധനവും വീടും ഉണ്ടായോ പിന്നെ ഭാര്യയും പുത്രന്മാരും ഉണ്ടാവണം, അല്ലെ? അങ്ങനെയൊക്കെ. അപ്പോഴേക്ക് പിന്നെ അതിന്റെ ഉള്ളില് വേറെ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ വേണം, അങ്ങനെ പോവും. അതുകൊണ്ട് സർപ്പം ആരാനും ഉണ്ടാക്കിയ ഓരോ ഗുഹയിൽ തന്റെ കാര്യം കഴിച്ചു കൂട്ടുന്നത് പോലെ ഞാനും കഴിക്കുന്നതാണ് നല്ലത് എന്ന് സർപ്പത്തിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാം. ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്തൈതമീശ്വര ഏക ഏവാദ്വിതീയോ ഭൂത് ആത്മാ
സർവാധാരോഖിലാശ്രയ കാലേനാത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്വാദിഷു ആദിപുരുഷ പ്രധാന പുരുഷേശ്വര. അന്യമായ യാതൊരു സഹായവും സാധനവും ആവശ്യപ്പെടാതിരിക്കുന്ന ഈശ്വരനിൽ നിന്ന് ലോകം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് പൂർണ്ണനാഭിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാൻ ആരംഭിച്ചുകൊണ്ട് ആദ്യം തന്നെ ജഗത്തിന്റെ നാശാവസ്ഥ വിവരിക്കണം. എല്ലാം ചെയ്യാനുള്ള ശക്തി ഈശ്വരനുണ്ട്. ആ ശക്തിയുടെ വികാസത്തെ കാര്യരൂപേണ പ്രകാശിക്കുന്ന അവസ്ഥയെ പ്രകൃതി എന്ന് പറയുന്നു. ഈ പ്രകൃതിയിൽ നിന്ന് ലോക നിർമ്മാണത്തിന് ആവശ്യമായ സകലവും ഉണ്ടാകുന്നു. ഇങ്ങനെ സ്വശക്തിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തെ കാലം എന്നു പേരായ തന്റെ ശക്തി അംശത്താൽ കൽപ്പാവസാനത്തില് സംഹരിക്കുന്നു ഈശ്വരൻ. ഇങ്ങനെ ഉണ്ടാക്കി സംഹരിക്കുന്നത് ഈശ്വരന്റെ ഒരു ലീല മാത്രമാണ്. ഈ വിധം കളിക്കുന്ന ഈശ്വരന് നാരായണൻ എന്നു പേര്. ഈ ദേവൻ മാത്രം എന്നുമുള്ളവൻ, മറ്റന്യമായിട്ട് യാതൊന്നുമില്ല. അപ്പൊ ലോക സൃഷ്ടിക്ക് സാധനങ്ങളായി ഭവിച്ച ഭൂതങ്ങളുടെ ഉത്ഭവത്തിനു കാരണമായ സത്വാദി ഗുണങ്ങൾ ഒന്നിനൊന്ന് അധികരിക്കാതെ സമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിന് പ്രധാനം എന്നു പേര്. ഇതിനെ ഉപാധിയായി സ്വീകരിച്ചു പ്രകാശിക്കുന്നവനാണ് പുരുഷൻ. ഈ പ്രധാനത്തിന് അതോട് ചേർന്ന് പ്രകാശിക്കുന്ന പുരുഷനും നാഥനായിരിക്കുന്ന ഈശ്വരൻ എല്ലാറ്റിനും ആശ്രയമായും അന്യാശ്രയം തനിക്കില്ലാത്തതിനാൽ ആത്മാധാരനായും ഇരിക്കുന്നു. ബഹുവിധമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂതങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായ വിഷമാവസ്ഥയെ ഉപേക്ഷിച്ച് സത്വാദി ഗുണങ്ങൾ സമാവസ്ഥ പ്രാപിക്കാൻ ഈശ്വരന്റെ അനുഭാവരൂപമായിരിക്കുന്ന കാലം തന്നെയാണ് കാരണം. ഈ അവസ്ഥയില് ഏകനായ ഈശ്വരൻ മാത്രമല്ലാതെ മറ്റാരും ഇല്ല. പരാപരാണാം പരമ ആസ്തേ കൈവല്യ സംജ്ഞിത കേവലാനുഭവാനന്ദ സന്തോഹോ നിരുപാധിക. ബ്രഹ്മാദി ദേവന്മാർക്കും സംസാരബന്ധത്തിൽ നിന്ന് മുക്തന്മാരായവർക്കും പ്രാപ്യസ്ഥാനമായിരിക്കുന്നത് കേവല ആത്മാവായ ഈ ഭഗവാനാകുന്നു. അതിനാൽ നാമരൂപാതിരഹിതമായിരിക്കുന്ന ഈ കേവലാവസ്ഥയ്ക്ക് കൈവല്യം എന്ന നാമം മഹാന്മാര് കൽപ്പിച്ചിരിക്കുന്നു. ഉപാധിയില്ലാതെയും നാശശങ്കലേശമില്ലാതെയും ഈ കൈവല്യസ്ഥാനം സ്വയമേവ വിളങ്ങുന്നു. അതാണ് ഈ പരാവരാണാം എന്ന വാക്കിനർത്ഥം. മുമ്പും പിമ്പുമുള്ളവർക്കും സകലത്തിനും എന്നർത്ഥം. അതാണ് പരന്മാരായ ബ്രഹ്മാദികളുടെയും അപരന്മാരായ ജീവൻ മുക്തന്മാരുടെയും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിനു മുമ്പുള്ളവർക്കും പിൻപുള്ളവർക്കും എല്ലാത്തിനും ആധാരം ഭഗവാൻ തന്നെയാണ്. മനസ്സിലായി? ഈശ്വരൻ. അതിനു മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെയും ഉണ്ട്, ഇപ്പോഴും ഉള്ളത് ഒരേ ഒരാള്, ഈശ്വരൻ മാത്രം അല്ലെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.